ഹായ്, സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ ഒരു ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. ഇത് മെയിൻ പീസ് ആണ്, ഇതെന്റെ ലൈനിങ് ആണ്. അപ്പൊ ബ്ലൗസ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പ് പോലെ ഇവിടെ ഇവിടുത്തെ നല്ല ടെക്ക് ടെക്കൊക്കെ കൊടുത്തിട്ടുള്ള ബ്ലൗസ് ആണ്. ഇത് ദാവണി പാവാടിക്ക് എടുക്കുക, സാരിക്കൊക്കെ കൊടുക്കുക, മിഡിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പ് പോലത്തെ ബ്ലൗസ്. അപ്പൊ അതിന്റെ അളവാണ് ആദ്യം. അളവ് നമുക്ക് 16 ഇഞ്ച് ലെങ്ത് കിട്ടിയിട്ടുണ്ട്, 13 ഷോൾഡർ, 36 ചെസ്റ്റ്, 29 ഷേപ്പ്, 13.5 കൈ, 10.5 എൻഡത്തെ ലൂസ്. അത്രയും അളവ് കിട്ടിയിട്ടുണ്ട്. ബാക്കി അളവുകൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ചെസ്റ്റ് 36 കൂടി 2 ഇഞ്ച് കൂട്ടിയിടണം ബ്ലൗസിന്. ചുരിദാറിന് ബ്ലൗസിന് നമ്മൾ 2 ഇഞ്ച് കൂട്ടിയാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഷേപ്പ് ഇതാ 29, അതിൽ കൂടെ 1 ഇഞ്ച് കൂട്ടിയാൽ മതി. ബാക്കിൽ മുക്ക് വരും. അപ്പോൾ 36ഉം 2 ഇഞ്ച് കൂട്ടുമ്പോൾ 38, 36, 38 വരുമ്പോൾ 19 ഇഞ്ച് വൺ സൈഡാണ് വരിക. അപ്പൊ മൊത്തം ചുറ്റളവ് 19 38 വരും. പിന്നെ 29 കൂടി 1 ഇഞ്ച് കൂട്ടുമ്പോൾ 15 ഇഞ്ച് വൺ സൈഡ്. ഇതാണ് അളവുണ്ട്. പിന്നെ ഇനി റിഗാർഡൊക്കെ ഇതിൽ ചെസ്റ്റിന്റെ ഇതിനനുസരിച്ച് നമുക്ക് എടുക്കാം. 36ന്റെ 4/1 ആ രീതിയിലാണ് റിഗാർഡൊക്കെ എടുക്കേണ്ടത്. അത് നമ്മൾ അളക്കുമ്പോൾ ഞാൻ ഇന്നത്തെ സമയത്ത് എത്രയാണ് റിഗാർഡ് പറഞ്ഞുതരാം. അതായത് 36ന്റെ പാതി 9, 9ന്റെ പാതി 8, അതിന് 1 ഇഞ്ച് കൂടെ കുറച്ചിട്ട് 7 ഇഞ്ചിന് ആണ് റിഗാർഡ് ഇറക്കി കട്ടിങ് കേട്ടോ. അപ്പോൾ ഇതിന് കട്ടിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇതാണ് മെയിൻ പീസ്, ലൈനിങ്. അപ്പൊ ലൈനിങ്ങിലാണ് നമ്മൾ മാർക്കിങ്ങും കട്ടിങ്ങും ആദ്യം ചെയ്യുന്നത്. പിന്നെ മെയിൻ പീസ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ മതി. അപ്പൊ നമ്മൾ താഴെ ബ്ലൗസിന്റെ താഴെ ഒരു 1.5 ഇഞ്ച് ഇറക്കം കൂട്ട് കുറവ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇറക്കം കൂട്ടന്റെ ഇതിനും കൂടെ കണ്ടിട്ടുള്ള തുമ്പാടുന്നത്. താഴെ മടക്കിയെടുക്കാൻ 1.5 ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ബ്ലൗസിന്റെ ലെങ്ത് 16, 1/2 ഇഞ്ച്. ഇവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി തുമ്പ് ഇട്ടു. ഇനി മേലത്തെ തുമ്പാണ് നമുക്ക് വേണ്ടത്. 1/2 ഇഞ്ച് തുമ്പ് കൂട്ടിയിടുക. 16 കൂടി 1/2 ഇഞ്ച് തുമ്പ് കൂട്ടി 17 ഇഞ്ച്. ഇനി നമ്മളിവിടെ റിഗാർഡ് അറിഞ്ഞിട്ടുണ്ട് 7 ഇഞ്ച്. ആ 7 ഇഞ്ചിന് ഇങ്ങനെ താഴോട്ട് നേരെ ഇവിടുന്ന് നേരെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നേരെ ലെവൽ സ്കെയിൽ എടുത്തിട്ട് ഒന്ന് ലെവൽ ആക്കിയിട്ട് മേലെയും റിഗാർഡിന്റെ ആ ഭാഗത്തും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മളെ 19ന്റെ 4/1 നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് 19 38 കിട്ടും. അപ്പൊ അതിന്റെ 19 എണ്ണീന്റെ 4/1 വരുമ്പോൾ 9 ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ 1 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് നമുക്ക് തുമ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അവർക്ക് വണ്ണം ടൈറ്റായി പോകുകയാണെങ്കിൽ വണ്ണം കൂട്ടാൻ ഇഷ്ടംപോലെ തുമ്പ് ഉണ്ടാവും. അതിനാണ് 1.5 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുത്തത്. ഇനി ഇതാ നേരെ താഴെ ഷേപ്പ്. ഇത് ലോങ് ബ്ലൗസ് ആണെങ്കിലും ഷോർട്ട് ബ്ലൗസ് ആണെങ്കിലും ഒരു 14 ഇഞ്ച് വരെയാണ് ഷേപ്പ് വരുന്നത്. അത് അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഷേപ്പിനേക്കാളും 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം ഇടാൻ. അപ്പോൾ നേരെ നമ്മൾ 14, 1 ഇഞ്ച് തുമ്പും കൂട്ടി 14.5 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് 15 ഇഞ്ച് ലൂസ് കിട്ടുന്നത് കേട്ടോ. അതായത് 15ന്റെ പകുതി വൺ സൈഡ് എന്ന് പറയുന്നത് 7 ഇഞ്ച്. അപ്പൊ എന്തായി ഷേപ്പിന്റെ അളവാണ് നമ്മൾ കാണിച്ചു തന്നത്. അവിടെ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തത് 14.5 ഇഞ്ച്. അത് നമ്മളെ 14 ഇഞ്ച് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മതി. കൂടുതൽ ഇറക്കി നമ്മൾ വണ്ണെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ ഇനി നമ്മളിതാ ഇതിന്റെ 16 ഇഞ്ച് ഇറക്കത്തിൽ ഇനി ഇത് 15ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 15ന്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 31, 15 മുക്കാൽ മതി. അപ്പൊ കെട്ട് എടുക്കുമ്പോൾ 16 32. അപ്പോൾ ഓവർ ലൂസായി പോകും. അപ്പോൾ 7 മുക്കാൽ ഇവിടുത്തെ കാളും 1 ഇഞ്ച് തുമ്പ് മൊത്തത്തിൽ കൂടും. 1/2 ഇഞ്ച് തുമ്പ് ഇവിടെ കൂട്ടിയിട്ട് അതുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1.5 ഇഞ്ച് തുമ്പ് വേണമെങ്കിൽ പുറത്തോട്ട് തള്ളിയിട്ട തുമ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിന്മേൽ ടെക്ക് വരുന്നുണ്ട്. ആ ടെക്കിനുള്ളത് താഴെ ഭാഗത്ത് എന്ത് ചെയ്യണം, ഒരു 1/2 ഇഞ്ച് കൂടെ തുമ്പ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ താഴെ ഭാഗം മാത്രം ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. ഇവിടെയും 1/2 ഇഞ്ച് കൂട്ടുക, ഇവിടെയും 1/2 ഇഞ്ച് കൂട്ടുക. മേലോട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. വേറെ നമുക്ക് റിഗാർഡ് ടെക്ക് വരുന്നുണ്ട്. അത് റിഗാർഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട നമ്മളെ അളവിന്റെ മാർക്കിങ്. ഇനി ഇവിടെ നമ്മുടെ 1/2 ഇഞ്ച് തുമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താണ് ടെക്ക് ഇവിടുന്ന് തന്നെ ടെക്ക് നേരെ താഴ്ന്ന് ഇത് നേരിട്ട് ടെക്കിന്റെ അളവ് ഞാൻ പറഞ്ഞത് കാണിച്ചത്. അപ്പൊ ഇതിലാണ് നമ്മള്
ടെക്കിട്ട് വരുമ്പോൾ ഇതായിരിക്കും നമുക്ക് തുമ്പ് വരിക. നമുക്ക് കറക്റ്റ് അടിക്കേണ്ട തുമ്പ് ഇതാണ്. ടെക്കൂടെ കൂടുമ്പോൾ അതാ ഈ തുമ്പ് ഇങ്ങനെ വന്നു ഇതിലാണ്. ഇനി നമ്മൾ ഷോൾഡർ 13 ഇഞ്ച്. അപ്പോൾ ബ്ലൗസിന് കൂട്ടേണ്ട ആവശ്യമില്ല. 13ന്റെ 1 സൈഡ് 6.5 ഇഞ്ച് തന്നെ മതി. കൂട്ടിക്കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങിപ്പോകും. അപ്പോൾ 6.5 ഇഞ്ച് 1 സൈഡ് 13ന്റെ പകുതി 6.5 13. ഇനി കഴുത്തിന്റെ വൈഡ് ഏകദേശം 6 ഇഞ്ച് വൈഡ് മതി. അപ്പോൾ അതിന്റെ നേർപ്പകുതി 3 ഇഞ്ച്. ഇനി ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചാണ് കാണിച്ചെടുത്ത് ഇരിക്കുന്നത്. 6 ഇഞ്ചിന് ഇങ്ങനെ നേരെ താഴോട്ട് മാർക്ക് ചെയ്യുക. ഈ ലെവൽ സ്കെയിൽ എടുത്തിട്ട് 6 ഇഞ്ച് നമ്മൾ വൈഡ് വരച്ചിട്ടുണ്ട്. ആ വൈഡിൽ നിന്ന് നേരെ 6 ഇഞ്ച് കഴുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് വരെ വെച്ചെടുക്കാം. ബാക്ക് നെക്ക് ഓവറായിട്ട് ഇറങ്ങണ്ട, ഒരു 2.5 ഇഞ്ച് ഇറക്കിയാൽ മതി. അതിന് വെറുതെ മാർക്കിങ് നമ്മൾ കൊടുക്കുക. അത് ബാക്കിലാണ്. ഇയാളുടെ ഷോൾഡറിലുള്ള ഇയാളുടെ അടുത്തോട്ട് നേരെ ലെവലായിട്ട് ഒരു വരഞ്ഞ് വെച്ച് കൊടുക്കുക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഇയാളുടെ അടുക്ക് എത്തുമ്പോഴേക്കും ഒരു 1/4 ഇഞ്ച് തുമ്പ് ഇങ്ങനെ അങ്ങോട്ട് പുറത്തോട്ട് തള്ളി വേണം നമ്മൾ കട്ട് ചെയ്യുവാൻ. അതായത് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/4 ഇഞ്ച് നമ്മൾ പുറത്തോട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമുക്ക് ഉള്ളിലോട്ട് കയറി പോകാതിരിക്കാം, പുറത്തോട്ട് തള്ളി വരണം. അതിനാണ് നമ്മൾ ഈ 1/4 ഇഞ്ച് തുമ്പ് പുറത്തോട്ട് തള്ളിയിട്ടുണ്ടാകും. ഇത് ബ്ലൗസിന് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തോട്ട് തള്ളിയിടണം. ചുരിദാറിനൊന്നും ഒരുവിധക്കാരൊന്നും തള്ളിയിടാറില്ല. ഞാനിത് കട്ടിങ്ങിൽ ഇങ്ങനെ ചെരിച്ചെടുത്ത് കൊടുക്കലാണ് ചെയ്യുന്നത്.